999 വർഷത്തേക്ക് ഒരു ഡാം വരുമ്പോൾ ആ ഡാമിൻ്റെ കൺസ്ട്രക്ഷനിൽ നമുക്ക് മേൽനോട്ടമില്ലാത്തത് കൊണ്ടും കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്തെന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടും ബ്രിട്ടീഷുകാരനായ ഗനീപിക് എന്ന് പറയുന്ന സാഹിബ് ഇത് പണിതത് കൊണ്ടും ഒരുപാട് ആളുകൾ ഇതിനകത്ത് മറ്റ് ബ്രിട്ടീഷുകാരും തമിഴ്നാട്ടുകാരും ഇതിനകത്ത് ഇടപെട്ട് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയത് കൊണ്ടും ബ്രിട്ടീഷുകാരാണല്ലോ പണിത് കൊടുത്തത് മുന്നോട്ട് നമുക്കിതിൻ്റെ കൺസ്ട്രക്ഷനിലോ ഇതിൻ്റെ മെറ്റീരിയലിലോ നമുക്കൊരു കൺട്രോളും ഇല്ലായിരുന്നു. നമ്പർ 1. നമ്പർ 2, ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന കാലഘട്ടത്തിൽ സ്റ്റാൻഡേർഡ് സിമൻറ്റ്, ചുടുകല്ല്, മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന RCC സ്ട്രക്ചറൊക്കെ പോലെ ചെയ്യുന്ന പോലുള്ള സ്റ്റാൻഡേർഡൈസേഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് സുർക്കിയും ചുണ്ണാമ്പും എത്ര കാലം സ്റ്റേബിളായി നിൽക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് അതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയാൽ, ചുണ്ണാമ്പ് കൊണ്ടും സുർക്കി കൊണ്ടും ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയാൽ എത്ര കാലം സ്റ്റേബിളായി നിൽക്കുമെന്ന് ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് പറയാൻ എംബുക്കൊക്കെ എടുത്ത് എഴുതും പോലെ എഞ്ചിനീയറിംഗ് സ്റ്റാൻഡേർഡുകൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒരു കൊട്ടത്താപ്പ് പരിപാടിയിൽ അതങ്ങ് ചെയ്തു. എന്നാൽ അത് കാലാകാലങ്ങളിലായി അതിൽ ചോർച്ചയുണ്ടാകുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു, അങ്ങനെ വരുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന അത് പറയാനല്ല, പുതിയൊരു കാര്യം പറയാനാണ്. ഇങ്ങനെ വന്നപ്പോഴാണ് 1957 ഇന്ത്യക്ക് കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷവും രൂപീകരിക്കുന്നതിന് മുമ്പും പിന്നെ ദിവാൻ്റെ കാലഘട്ടത്തിലൊക്കെ സർ CP രാമശമ്മയ്യയുടെ കാലഘട്ടത്തിലൊക്കെ വലിയ കേസുകൾ മദ്രാസ് ഹൈക്കോടതിയുമായിട്ടും നമ്മുടെ കോടതിയിലൊക്കെ നടന്നു. അതെല്ലാം നടന്നു വന്നതിന് ശേഷം അച്യുതമേനോൻ്റെ കാലത്ത്, ഭരണസമിതിയുടെ കാലത്ത് കരാറ് പുതുക്കി കൊടുക്കുകയും ചെയ്തു. കരാർ പുതുക്കിയെന്ന് പറഞ്ഞാൽ ലീസ് കരാറല്ല പുതുക്കിയത്. ലീസ് കരാറുണ്ട്, മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിന് വല്ല ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക. കാര്യം അവർ ഇറിഗേഷന് വേണ്ട മാത്രമാണ് വെള്ളം ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി പല പല കാര്യങ്ങൾ അവർ ചെയ്തു. അതെല്ലാം കൂടി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പണമൊക്കെ ഈ തരുന്ന തറവാടകയൊന്ന് കൂട്ടിക്കൊണ്ടുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ചില കരാറുകൾ, ഒരു ഉപകരാർ എന്ന് പറയാം, ചില ധാരണയാണ്, കരാറെന്ന് പറയാൻ പറ്റില്ല, ചില ധാരണകൾ, എഗ്രിമെൻറ്റുകൾ തമിഴ്നാടുമായി അച്യുതമേനോൻ്റെ കാലത്തും ഉണ്ടായി. ഇതെല്ലാം ഉണ്ടായി ഇങ്ങനെ മുമ്പോട്ട് പോയപ്പോഴാണ് ഡാം വീണ്ടും ഇൻസ്റ്റേബിൾ ആണ് എന്നുള്ള, അല്ലെങ്കിൽ ഡാമിന് സ്റ്റെബിലിറ്റി ഇല്ല, അത് പൊട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള പഠനങ്ങൾ വരുന്നു. ബോംബെ IIT, റൂർക്കി IIT വരുന്നു, മദ്രാസ് IIT ബന്ധപ്പെട്ട പഠനങ്ങൾ വരുന്നു, വിവിധ IIT പഠനങ്ങൾ വരുന്നു, തമിഴ്നാട് ഗവൺമെൻറ്റിന് വേണ്ടി പഠനങ്ങൾ നടക്കുന്നു, കേരള ഗവൺമെൻറ്റിന് വേണ്ടി പഠനം നടക്കുന്നു. ഇതെല്ലാം കൂടി വന്ന് അവസാനം സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുന്നു, സ്വകാര്യ വ്യക്തികൾ കൊണ്ട് കേസ് കൊടുക്കുന്നു, ഗവൺമെൻറ്റുകളുടെ കേസായി ഇങ്ങനെ സുപ്രീം കോടതിയിൽ നമ്മൾ കേസ് തോക്കുന്നു. പിന്നെ അതിനുശേഷം ചില അനുകൂലമായ ചില നടപടികൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നുള്ളൊരു വാർത്തയും കൂടി പുറത്തു വന്നിട്ടുണ്ട്.